ഹലോ നമസ്തേ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. ദിസ് ഇസ് വിപിൻ. സ്വാഗതം VIP ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക്. മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ലൈഫ് കൂട്ടാനുള്ള കുറച്ച് ട്രിക്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. മിക്കവാറും എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും ഈ കുറച്ച് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പക്ഷേ പലർക്കും അറിയില്ല. എസ്പെഷ്യലി പുതിയതായിട്ട് ഫോൺ വാങ്ങിയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വീട്ടിൽ പ്രായമായിട്ടുള്ള ആൾക്കാർ, ഇവർക്കൊന്നും ഇതറിയില്ല. അവരെപ്പോഴും നമ്മുടെ അടുത്ത് തിരിച്ച് പരാതിയായിട്ട് വരും, അയ്യോ കുട്ടി ഈ ഫോണ് പെട്ടെന്ന് ഡ്രെയിനായി പോകണു, ബാറ്ററി നിൽക്കുന്നില്ല, വൈകുന്നേരം ആകുമ്പോഴേക്കും ബാറ്ററി സീറോ ആണ്, വീണ്ടും ചാർജ് ഇടേണ്ടി വരുന്നു. ഇതിനൊരു പരിഹാരം എന്താണെന്നുള്ളത് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ട്രിക്ക് എന്താണെന്ന് പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാനും മറക്കാതിരിക്കുക. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മുടെ മൊബൈൽ ഹോം സ്ക്രീനിൽ നോക്കിയാൽ അറിയാം 17% ആണ് ഇപ്പോൾ എൻ്റെ മൊബൈലിൻ്റെ ബാറ്ററി കാണിക്കുന്നത്. ഈ 17% എത്ര നേരം നിലനിൽക്കുന്നു നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഒരു സേവിങ് മോഡ്, ബാറ്ററി പവർ സേവിങ് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ നമ്മൾ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ഇത് മിക്കവാറും എല്ലാ ഫോണുകളിലും ഉണ്ട്. എസ്പെഷ്യലി OnePlus അല്ലെങ്കിൽ റെഡ്മി പോലുള്ള ഫോണുകളിലൊക്കെ അവൈലബിൾ ആണ്. അതിൽ നോക്കി അറിയാം നിങ്ങളുടെ ഏതൊക്കെ ആപ്പുകളാണ് നിങ്ങളുടെ ബാറ്ററി യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, പവർ സേവിങ് മോഡ് ഞാൻ ഓണാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. സ്മാർട്ട് ചാർജിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഈ സ്മാർട്ട് ചാർജിങ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ രാത്രിയൊക്കെ ചാർജ് ചെയ്യുന്ന ഒരു ശീലമുള്ള ഒരാളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിലൊക്കെ ഈ മിക്കവാറും ഫോണുകളിലെല്ലാം വാപ്പ് ചാർജിങ് അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷനുകളുള്ള ഫോണുകളാണ്, ചാർജേഴ്സുകളാണ്. അപ്പോൾ അതിൻ്റെ പെട്ടെന്ന് ചാർജായിട്ട് പിന്നെ നിങ്ങൾ രാത്രി ഉടനീളം ചാർജിൽ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോണുകളിൽ ഇങ്ങനെ ഓപ്ഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ സ്മാർട്ട് ചാർജിങ് ഇട്ട് കഴിഞ്ഞാൽ നോർമലി നിങ്ങളുടെ ഫോൺ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 4-5 മണിക്കൂർ കൊണ്ട് ചാർജ് ആണെന്ന്, അതായത് 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ എടുത്തിട്ടേ ചാർജ് ആവുള്ളൂ. അത് ഫോണിൻ്റെ ബാറ്ററിക്ക് ദീർഘകാലം അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് കാലം കൂടിയും ബാറ്ററിയുടെ കാലാവധി കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചാർജിങ് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ രണ്ടാമത് സ്റ്റോപ്പ് ചാർജിങ് അറ്റ് 80. മിക്കവാറും ഫോണുകളിൽ 80% ആയ ചാർജ് നിർത്തിയിട്ട് പിന്നെ യൂസ് ചെയ്തൊരു ഡ്രെയിൻ ചെയ്തൊരു 20 അല്ലെങ്കിൽ 15% ആകുമ്പോൾ വീണ്ടും ചാർജ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഈ സ്റ്റോപ്പ് ചാർജിങ് അറ്റ് 80% എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഓൺ ചെയ്യാം. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്മാർട്ട് ചാർജിങ് ക്യാൻസൽ ആകും ഓട്ടോമാറ്റിക്കലായിട്ട്. പിന്നെ റാപ്പിഡ് ചാർജിങ്, നിങ്ങൾക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും നിങ്ങൾ പോകണം, കുറച്ച് നേരം സമയമുള്ളൂ, സമയം വളരെ കുറച്ച് സമയപരിധിക്കുള്ളിൽ നമുക്ക് പെട്ടെന്ന് ചാർജ് ചെയ്യണം എന്നുള്ളതാണെങ്കിൽ റാപ്പിഡ് ചാർജിങ് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ റാപ്പിഡ് ചാർജിങ് നിങ്ങൾക്ക് നോക്കി അറിയാം നിങ്ങളുടെ ഫോൺ ഹീറ്റ് ആവാനുള്ള ഒരു ചാൻസ് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് വേണ്ടവർക്ക് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ഇനി ഇതിപ്പോൾ നമ്മൾ നോക്കിയാൽ 17% ഉള്ളൂ. എൻ്റെ ഫോൺ ഇപ്പോൾ പറയുന്നത് 4 മണിക്കൂറും 31 മിനിറ്റും കൂടിയും എൻ്റെ ഫോൺ ഈ ചാർജ് നിൽക്കുന്നതാണ് പറയുന്നത്. പ്രൊവൈഡഡ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആപ്പുകളുടെയൊക്കെ ബേസിസിലിരിക്കും. ഇപ്പോൾ ഞാൻ വലിയ ഗെയിം ആപ്പുകൾ അല്ലെങ്കിൽ മൂവി ആപ്പുകൾ അതങ്ങനെ, അല്ലെങ്കിൽ വാട്സപ്പ് പോലുള്ള ഹെവി ആയിട്ടുള്ള ആപ്പുകൾ, അല്ലെങ്കിൽ യൂട്യൂബ് പോലുള്ള ആപ്പുകൾ യൂസ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് അത് ഡ്രെയിൻ ആയി പോകും. പക്ഷേ ഇതിനൊരു സൊല്യൂഷൻ, രണ്ടാമത്തെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, മിക്കവാറും എല്ലാ ഫോണുകളിലും ഇപ്പോൾ നിങ്ങൾ ലെഫ്റ്റിലേക്ക് നിങ്ങളുടെ മുകളിൽ ടൈൽസ് നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ സേവിങ് മോഡ് എന്ന് പറഞ്ഞിട്ട്, സൂപ്പർ പവർ സേവിങ് മോഡ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കണ്ടോ. ഇത് കാണാത്ത ആൾക്കാരാണെങ്കിൽ ഇതിൽ എഡിറ്റ്, ഈ 3 ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ടൈൽസ് എന്നൊരു ഓപ്ഷൻ പോയാൽ നിങ്ങൾക്ക് ഇവിടെ ആ ഓപ്ഷൻസ് ആഡ് ചെയ്യാനുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ ഇപ്പോൾ ഇതിൽ മൈനസ് ആയിട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് അത് കുറയ്ക്കാം, അല്ലെങ്കിൽ ഈ ടൈൽ നിങ്ങൾക്ക് ആഡ് ആക്കണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. ആഡ് ടൈൽസ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഇനി നമുക്ക് വീണ്ടും വരാം. മുകളിൽ നിന്ന് ഞാൻ താഴേക്ക് നോട്ടിഫിക്കേഷൻ ബാർ താഴേക്കാക്കി. അപ്പോൾ സൂപ്പർ സേവിങ് മോഡ്, ഈ സൂപ്പർ സേവിങ് മോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പറയുന്നുണ്ട് ഓട്ടോമാറ്റിക് ടേൺ ഓഫ്. കുറേ കാര്യങ്ങൾ, കുറേ ആപ്പുകളുടെയൊക്കെ പ്രവർത്തനം, ഇതിനെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന പ്രവർത്തനം ഇവർ ക്യാൻസലാക്കുക ചെയ്യണം. അപ്പോൾ ഞാൻ സൂപ്പർ സേവിങ് മോഡ് എന്താണെന്ന് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. സൂപ്പർ സേവിങ് മോഡ് ഞാൻ ഓൺ ചെയ്തു. ഇപ്പോൾ പറയുന്നത് കണ്ടോ, ബാറ്ററി ക്യാൻ ലാസ്റ്റ് അപ് ടു 7 hours. 4 മണിക്കൂർ കഷ്ടി, 4 മണിക്കൂറും 10 മിനിറ്റും കാണിച്ചിരുന്ന എൻ്റെ ഫോണ് ഇപ്പോൾ ഓൾമോസ്റ്റ് 7 മണിക്കൂറാണ് കാണിക്കുന്നത്. ഈ 7 മണിക്കൂർ കാണിക്കാൻ കാരണം ഞാൻ മുകളിൽ വൈഫൈ ഓൺ ചെയ്തിട്ട് ഞാൻ വൈഫൈ ക്യാൻസൽ ചെയ്യാണ്, അതേപോലെ ഇൻ്റർനെറ്റും ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ സ്റ്റിൽ കുറച്ചും കൂടി നമുക്കിത് യൂസ് ആവും. ഇത് 7 മണിക്കൂർ എന്നുള്ളത് കറക്റ്റായിട്ട് കിട്ടും. അതേപോലെ ഈ പറയുന്ന ആപ്പുകളെല്ലാം നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ മുകളിൽ കണ്ടോ എഡിറ്റ് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലെനിക്ക് ക്ലോക്ക് വേണ്ട, എനിക്ക് മെസ്സേജസ് വേണമെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ മെസ്സേജസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാം വേണം, അപ്പോൾ ഞാൻ ഇതിനെ ക്ലിക്ക് ചെയ്യുക, റിമൂവ് ചെയ്യുക, വീണ്ടും ആഡ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റ എന്നടിച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം വരും. അത് വന്നു. അപ്പം നമുക്ക് വേണ്ട അത്യാവശ്യം ആപ്പുകൾ, ഇപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാം വേണ്ട എന്നുള്ള കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാം അതിൽ വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് ഇപ്പോൾ പെട്ടെന്ന് എമർജൻസിക്കൊക്കെ യൂസ് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കണം, അല്ലെങ്കിൽ ഒരാൾക്ക് പേ ചെയ്യണമെങ്കിൽ ക്രെഡിറ്റ് ഉണ്ട്, പെട്ടെന്ന് മെസ്സേജ് ചെയ്യണമെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ഉണ്ട്, മെയിൽസ് നോക്കണമെങ്കിൽ Gmail ഉണ്ട്, അതേപോലെ വിളിക്കണമെങ്കിൽ ഫോൺ. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വെക്കാൻ നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ നെറ്റ് ഓഫ് ചെയ്തിടുകയാണെങ്കിൽ ഒരു എമർജൻസി സമയത്ത് നിങ്ങളുടെ ബാറ്ററി 20% ഒക്കെ ആകുമ്പോൾ പ്രോബ്ലി ഒരു 7-8 മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾക്ക് ഈ ഫോൺ സുഖമായിട്ട് യൂസ് ചെയ്യാം. ഇത് മിക്കവാറും ആൾക്കാർക്ക് അറിയില്ല, അതാണ് സംഭവം. സോ ഒന്ന് ചെയ്ത് നോക്കുക.
ഇത് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ലെഫ്റ്റിൽ ഏറ്റവും മുകളിൽ ഒരു ആരോ ഉണ്ട്, അല്ലെങ്കിൽ എക്സിറ്റ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഫോണിൽ സ്ക്രീനിൽ കാണാം. വേറെ മോഡൽസ് ആണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് എക്സിറ്റ് സൂപ്പർ സേവിംഗ് മോഡ് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിൽ കം ബാക്ക് ടു നമ്മുടെ പഴയ സ്ക്രീനിൽ തന്നെ തിരിച്ചു വരുന്നതാണ്. വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ മറക്കണ്ട, ഒന്നുകൂടി പറയാണ്. താങ്ക് യു. ഗുഡ് ബൈ.